കർഷക തൊഴിലാളികൾ അടക്കം, ചെറുകിട വ്യവസായികൾ അടക്കം സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകൾ ഇവിടെ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിന്റെ ഫലമായി സമരരംഗത്ത് അല്ലെങ്കിൽ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങേണ്ട തലത്തിലേക്ക് കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമുക്ക് ഒരു സമരവുമായിട്ട് കടന്നു വരുന്നത്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് സർക്കാർ വ്യവസ്ഥ സർക്കാർ വിലാസങ്ങൾ സർക്കാർ എന്ത് പറയുന്നു എന്ന് പറയുന്നത് ഏറാമൂടികളായി പോക്കുക എന്നുള്ളതല്ലാതെ ഇതിന്റെ ആനുകൂല്യം എങ്ങനെയാണ് വാങ്ങിച്ചെടുക്കുന്നത്, സർക്കാർ ജീവനക്കാർക്ക് കിട്ടേണ്ട ആനുകൂല്യം എങ്ങനെയാണ് സർക്കാർ പിരിച്ചു വാങ്ങേണ്ടത് എന്നുള്ള ബാധ്യത അവർക്കില്ല. അതിന് 10 വർഷക്കാലമായി സർക്കാർ വിലാസ സംഘടനയായി മാറിയതുകൊണ്ട് അവർക്ക് സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങളെ കുറിച്ച് പറയുവാനോ അവർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനോ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു. നമ്മുടെ NGO അസോസിയേഷൻകാരെ നവ ജീവന യാത്ര എന്ന് പറയുമ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഇന്ത്യയിലേക്കും വെട്ടിപ്പുറത്തെ ക്ഷേത്രമില്ല. സർക്കാർ കാലത്ത് ഹൈക്കോടതിയിലോട് സത്യവാങ്മൂലത്തിൽ പറയുന്നത് DA ഒരു അവകാശമല്ലെന്നാണ്. ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഒരു DA കൊടുത്തതിന് ശേഷം DA ഇങ്ങനെ തരുമെന്നാണ് പറയുന്നത്. അതൊന്നും കൊടുക്കാൻ പോകുന്നില്ല, തരാൻ പോകുന്നില്ല. ചോദിക്കുന്ന തലത്തിലേക്ക് പോകുമ്പോ അവരുടെ കാഴ്ചപ്പാടാണ് ഈ കേരളത്തിലെ ജീവനക്കാരും തൊഴിലാളികളും സാധാരണക്കാരും എല്ലാം ഉണ്ടാക്കിയ അവകാശങ്ങളുടെ ഒരു വലിയ സമര ഭൂമികയിലൂടെ കടന്നു വന്ന പാർട്ടിയാണ് എന്ന് ഇവർ അധികാരത്തിലേക്ക് 2 ടൈം ഇരിക്കുമ്പോൾ മറന്നു പോവുകയാണ്. പിണറായി വിജയന് പലപ്പോഴും ഇന്നു 3 ദിവസം മുമ്പ് കണ്ടു ഒരു ജില്ലാ പഞ്ചായത്ത് പാവം ആദ്യമായിട്ട് അങ്ങനെ ജയിച്ചു വന്നൊരു കൊച്ചു പെൺകുട്ടിയാണ്. നമ്മളെല്ലാവരും കണ്ട ആ ആത്മാഭിമാനം കൊണ്ടാണ് ആ പെൺകുട്ടി പേടിച്ചാണ് ഞാൻ സെൽഫി ചോദിച്ചത്. നമുക്ക് കൃത്യമായി സൗണ്ട് കേൾക്കാം, ചുണ്ടനക്കുന്നത് കേൾക്കാം. സെൽഫി ചോദിക്കുമ്പോൾ എത്ര ക്രൂരമായിട്ടാണ് ഒരു പെൺകുട്ടിയാണ് എന്നുള്ള പരിഗണന കൊടുക്കാതെ എത്ര PR വർക്ക് ചെയ്താലും ഒരു 3-4 മാസം പിടിച്ച് നിന്നല്ലേ അവസരം. PR വർക്ക് ചെയ്ത് കുട്ടികളെ ചേർത്ത് പിടിക്കുന്നു. അതെല്ലാം പറഞ്ഞ കുട്ടികൾ, അറേഞ്ച് ചെയ്ത കുട്ടികൾ. ഇന്നലെ ഗോവിന്ദ മാസ്റ്റർ നമ്മുടെ അറേഞ്ച് ചെയ്തതുപോലെയാണ് ഈ സംഭവം. പക്ഷേ ഉള്ളിലുള്ളത് പുറത്തു വരും. ചാറ്റാനുള്ളത് തൂത്താൻ പോകില്ലെന്ന് പറയുന്നത് പോലെ ചില സമയത്ത് പുറത്തു വരും. ഒരു ജനപ്രതിനിധിയാണ്, ജില്ലാ പഞ്ചായത്ത് അംഗം, ഹാഫ് MLA ആണ്. ഒരു കൊച്ചു പെൺകുട്ടി, അവരുടെ മുഖം ക്ലോസ് ആയിട്ട് നമ്മൾ പിന്നെ കാണിച്ചു. ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ഇതാണ് മുഖ്യമന്ത്രി. CPM-ന്റെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തോട് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പ്രതികരിക്കുന്ന രീതി അങ്ങനെയാണെങ്കിൽ ഈ പൊരുവൈദ്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ജീവനക്കാരോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംവിധാനം മാറണമെന്ന് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് അനുഭാവികളോ UDF അനുഭാവികളോ മാത്രമല്ല. തലയിൽ കൈവച്ചൊരു അല്പം PR വർക്ക് വേണ്ടി ഒരു പാവപ്പെട്ട ഇക്കയെ കൊണ്ട് പൈസ കൊടുപ്പിക്കേണ്ടി വന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? സ്വമേധയ ഇവരുടെ പാർട്ടിയുടെ ഒരു പരിപാടിയിൽ പോയി ഒരൊറ്റ രൂപ നാണയം ഇവർക്ക് കൊടുത്ത് ഫണ്ട് പിരിവിന് കൊടുക്കുമെന്ന് സ്വമേധയ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? പണ്ട് പിരിവ് നടത്തി വന്ന പാർട്ടി ഇന്ന് ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. ജീവനക്കാരെ, ജനങ്ങളെ, സാധാരണക്കാരെ ഇപ്പോഴും ഊറ്റം കൊണ്ട് പറയും ഞങ്ങൾ തൊഴിലാളി പാർട്ടിയാണ്, പാവപ്പെട്ടവന്റെ പാർട്ടിയാണ്. ഞങ്ങൾ കടന്നു വന്ന മേഖലയെ കുറിച്ച് പറയും. അഴിമതി മാത്രം മുന്നിൽ വെച്ചുകൊണ്ടുപോകുന്ന ഒരു പാർട്ടി. നവജീവന യാത്ര അത് വെറുതെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു യാത്ര അല്ല. അതിനുമപ്പുറം കുറച്ച് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടത് നേടിയെടുക്കുവാനുള്ള ഒരു യാത്രയുമുണ്ട്. ഞങ്ങൾ ഈ പോസ്റ്ററിൽ തന്നെ ഉയർത്തിയ മുദ്രാവാക്യം ജീവനക്കാരൊക്കെ ഏറെക്കുറെ ശ്രദ്ധിച്ചു, രാഷ്ട്രീയക്കാരും കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന. അതിനകത്ത് ഞങ്ങൾ പറയുന്നത് സ്റ്റോപ്പ് ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് സ്റ്റോപ്പ് ഡൗൺ സൈസിങ് സിവിൽ സർവീസസ്. നിങ്ങൾ കേട്ട് കാണും, മോദി സർക്കാർ പണ്ട് നോട്ട് നിരോധനം നടത്തിയപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ന് പറഞ്ഞു ഇത് ലീഗലൈസ്ഡ് പ്ലണ്ടറാണ്, ഇത് ഓർഗനൈസ്ഡ് ലൂട്ടാണ് എന്ന്. അതേ വാക്കുകൾ 10 കൊല്ലം പൂർത്തിയാക്കുന്ന ഈ പിണറായി സർക്കാർ കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് കാട്ടുന്നത് അത് തന്നെയാണെന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങളിത് ആവർത്തിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. എന്താണ് ഓർഗനൈസ്ഡ് ലൂട്ട്?
അല്ലെങ്കിൽ ലീഗലൈസ്ഡ് ലൂട്ട്, ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്ന് പറയുന്നത് എന്താ? ഇവിടെ ശ്രീ ഷാജി മോഹൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു DA ഒക്കെ പ്രഖ്യാപിച്ചു, പറഞ്ഞു, ബഡ്ജറ്റിൽ പറഞ്ഞു. സാർ, ഞങ്ങൾക്ക് ഒരു 3% DA അനുവദിച്ചു കഴിഞ്ഞ ആഴ്ച. കേരളത്തിലെ NGO യൂണിയൻകാരൊക്കെ ആഹ്ലാദപ്രകടനം നടത്തി, ലഡുവിതരണം നടത്തി. എന്നിട്ട് നമ്മുടെ ആൾക്കാരും ഒന്ന് കൂട്ടി നോക്കിയപ്പോൾ ഒരു 40,000 രൂപ 50,000 രൂപയൊക്കെ ബേസിക് പേ ഉള്ളവർക്ക് ഒരു 1000 മുതൽ 1500 രൂപയുടെ വർധനവും. നമ്മുടെ ആശാമാരും അല്പം ഒന്ന് സന്തോഷിച്ചു. പക്ഷെ ഞങ്ങൾ കേരള സമൂഹത്തോടും കേരളത്തിലെ പൊതുസമൂഹത്തോടും കേരളത്തിലെ സർക്കാർ ജീവനക്കാരോടും ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഇപ്പൊ ഇറക്കിയ ആ DA ഉത്തരവ് 3% പ്രഖ്യാപിച്ചുകൊണ്ട് ഇറക്കിയ DA ഉത്തരവിൽ ഞങ്ങളുടെ 31 മാസത്തെ DA കുടിശ്ശിക നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവാണ് എന്ന്